നമസ്കാരം, ഞാൻ ജിമ്മി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനും US-ഉം തമ്മിലുള്ളത് ഈടുറ്റ ബന്ധം. മന്ത്രി ബഹ്റൈനും US-ഉം തമ്മിലുള്ള ബന്ധം ഈടുറ്റതാണെന്ന് ധനമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ വ്യക്തമാക്കി. ബഹ്റൈനിലെ അമേരിക്കൻ അംബാസിഡർ സ്റ്റീഫൻ കിങ് ബോണ്ടിയെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിലുള്ള ബന്ധവും ശക്തമായ സഹകരണവും ഇരു രാജ്യങ്ങൾക്കും ഒട്ടേറെ പ്രയോജനങ്ങൾ ചെയ്തതായി ഇരുവരും വിലയിരുത്തുകയും സാമ്പത്തിക മേഖലയിലടക്കം സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളും ചർച്ചയായി. രാജ്യത്ത് ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വർധനവ്. ബഹ്റൈനിലെ ലൈസൻസ് ഉള്ളതായ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വർധന. 2022 20,475 ആയിരുന്നത് കഴിഞ്ഞ വർഷം 22,060 ആയി ഉയർന്നതായി നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ NHRAയുടെ പുതിയ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നഴ്സുമാരുടെയും ഫാർമസിസ്റ്റുകളുടെയും എണ്ണം പരിഗണിക്കുമ്പോൾ സ്വദേശികളേക്കാൾ പ്രവാസികളാണ് കൂടുതൽ. എന്നാൽ ജനറൽ ഫിസിഷ്യൻ, ഡെന്റൽ മെഡിസിൻ വിഭാഗങ്ങളിൽ സ്വദേശികൾക്കാണ് പ്രാമുഖ്യം. 2023 NHRA ലൈസൻസ് ഉള്ള പ്രൊഫഷണലുകളുടെ എണ്ണം 22,060 ആണ്. ഇതിൽ 9,914 നഴ്സുമാർ, 4,723 ഫിസിഷ്യന്മാർ, 4,328 അനുബന്ധ ആരോഗ്യ വിദഗ്ധർ, 1,172 ദന്ത ഡോക്ടർമാർ, 1,923 ഫാർമസിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്നു. ആകെയുള്ള 9,914 നഴ്സുമാരിൽ 64% പ്രവാസികളാണ്, 36% സ്വദേശികളും. 2022 രജിസ്റ്റർ ചെയ്ത നഴ്സുമാരുടെ എണ്ണം 9,666 ആയിരുന്നു. ജിദാലിയിൽ വീട്ടിൽ തീപിടുത്തം, സിവിൽ ഡിഫൻസ് അണച്ചു. സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് വീട്ടിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും അണച്ചെന്ന് അധികൃതർ അറിയിച്ചു. വീട്ടിലുണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചു. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രവാസികളുടെ ഉന്നമനത്തിനും നിയമ പരിരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റിൻ ചാപ്റ്റർ തങ്ങളുടെ ബഹ്റിൻ പ്രവർത്തനത്തിന്റെ 2ാം വാർഷികം ഇന്ന് വൈകിട്ട് 7:30 മണിക്ക് കിംസ് ഹെൽത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് ജേക്കബ് മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ബഹ്റൈൻ MP ഹസൻ ബുഖാമാസ്, ലേബർ മിനിസ്ട്രി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് ജാഫർ അൽ ഹൈക്കി, LMRA ഔട്ട്റീച്ച് ആൻഡ് പാർട്ണർഷിപ്പ് വിഭാഗം ഡയറക്ടർ ഫഹദ് അൽ ബിനാലി എന്നിവരും വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമിനെ PLC ഗ്ലോബൽ PROയും ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റും കൂടിയായ സുധീർ തിരുനിലത്തിന്റെ നേതൃത്വത്തിൽ ഗവേണിംഗ് കൗൺസിൽ ബഹ്റൈൻ എയർപോർട്ടിൽ സ്വീകരണം നൽകി. കഴിഞ്ഞ 2 വർഷക്കാലം പ്രവാസി ലീഗൽ സെല്ലിന്റെ ബഹ്റൈൻ ചാപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയ സാമൂഹിക പ്രവർത്തകർക്കും ബഹ്റൈനിലെ ഗവൺമെന്റ് വിഭാഗങ്ങൾക്കും പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് നന്ദി അറിയിക്കുകയും ഏവരെയും ഈ 2ാം വാർഷികാഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൂവി ഓഫ് ദ മന്ത് ചലച്ചിത്ര പ്രദർശനവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സമാജം ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രശസ്ത ഹോളിവുഡ് ചലച്ചിത്രമായ ദി ഷോഷാങ്ക് റിഡംഷന്റെ പ്രദർശനവും തുടർന്ന് ചലച്ചിത്ര പ്രശ്നോത്തരിയും നടന്നു. സ്റ്റീഫൻ കിങ്ങിന്റെ റീറ്റ ഹേവർത്ത് ആൻഡ് ഷോഷാങ്ക് റിഡംഷൻ എന്ന നോവലിന്റെ ചലച്ചിത്ര ആഖ്യാനമായ ഫ്രാങ്ക് ഡാരാബോണ്ട് സംവിധാനം ചെയ്ത് ടീം റോബിൻസ് നായകനായി 1994 പുറത്തിറങ്ങിയ ദി ഷോഷാങ്ക് റിഡംഷൻ ഹോളിവുഡിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ്. ചലച്ചിത്ര പ്രേമികൾക്കായി ലോകോത്തര ക്ലാസിക് ചിത്രങ്ങളെ കാണുവാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ചർച്ചകൾ നടത്തുവാനും ഫിലിം ക്ലബ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ആശംസകൾ നേർന്നു. സമാജം ആക്ടിംഗ് പ്രസിഡന്റും ഫിലിം ക്ലബിന്റെ കോർഡിനേറ്ററുമായ ദിലീഷ് കുമാർ ഫിലിം ക്ലബിന്റെ വരുംകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹ്രസ്വചിത്ര തിരക്കഥ രചനാ മത്സരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചു. 15 മിനിറ്റിൽ കവിയാതെയുള്ള ഹ്രസ്വചിത്രങ്ങൾക്കായുള്ള രചനകളാണ് മത്സരത്തിലേക്ക് പരിഗണിക്കുക. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധപ്പെടുത്തുമെന്നും പറഞ്ഞു. ചലച്ചിത്ര പ്രശ്നോത്തരിയിൽ വിജയികളായവർക്ക് പ്രായോജകരായ മുക്ത സിനിമാസ് മൂവി ടിക്കറ്റുകൾ സമ്മാനമായി നൽകി. അനീഷ് നിർമ്മലൻ അവതാരകനായ പരിപാടിയിൽ ഐപോയിന്റ് എബ്സൺ ചിത്ര പ്രദർശനത്തിനായി സാങ്കേതിക സഹായം നൽകി. ഫിലിം ക്ലബ് കൺവീനർ അരുൺ ആർ പിള്ള നന്ദി രേഖപ്പെടുത്തി. ജോയിന്റ് കൺവീനർ അഭിലാഷ് വെള്ളുക്കായ്, സൂര്യപ്രകാശ്, അജയ് പി നായർ തുടങ്ങി മറ്റ് ഫിലിം ക്ലബ് അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം മറ്റു പ്രധാന വാർത്തകൾ കാണാം. All
all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ എംബസി 2024 ജൂൺ 21 ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു. അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കുര്യൻ ജേക്കബ്, എംബസിയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ടീമും കൗൺസിലർ ടീമും പാനൽ അഭിഭാഷകരും പങ്കെടുത്തു. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൗസിൽ 30-ലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും അംബാസിഡർ ഈദ് അൽ അദ്ഹയുടെ ആഘോഷവേളയിൽ ആശംസകൾ അറിയിച്ചു. LMRA സംഘടിപ്പിച്ച ഉദ്ഘാടന മജ്ലിസ് സെക്ഷനെ കുറിച്ച് അംബാസിഡർ വിശദീകരിച്ചു. ബഹ്റൈനിലെ തൊഴിലുടമകളുടെയും പ്രവാസ തൊഴിലാളികളുടെയും അവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള അവബോധം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ സംരംഭം ശ്രമിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. മനാമയിൽ അടുത്തിടെയുണ്ടായ തീപിടുത്തം അംബാസിഡർ അനുസ്മരിച്ചു. താപനില വർദ്ധിക്കുന്നതിനാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അദ്ദേഹം കമ്മ്യൂണിറ്റി അംഗങ്ങളോട് നിർദ്ദേശിച്ചു. ഇന്നലെ വൈകുന്നേരം 6:45 മുതൽ ഖലീഫ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന 10ാം അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ പങ്കെടുക്കാൻ അംബാസിഡർ കമ്മ്യൂണിറ്റി അംഗങ്ങളെ ക്ഷണിച്ചു. ഇന്ത്യൻ സമൂഹത്തിന്റെ പരാതികൾ, പ്രശ്നങ്ങൾ വിജയകരമായി പരിഹരിക്കപ്പെട്ടു. ചിലത് ഓപ്പൺ ഹൗസിൽ പരിഹരിച്ചു. മറ്റുള്ളവ എത്രയും വേഗം എംബസി ഏറ്റെടുക്കുമെന്നും അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി 10ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി ഇന്നലെ 2024 ജൂൺ 21 യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്ന പ്രമേയത്തിൽ 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം അഥവാ IDY ആഘോഷിച്ചു. ഇന്നലെ ബഹ്റൈനിലെ ഖലീഫ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ ജനറൽ സ്പോർട്സ് അതോറിറ്റിയുടെ പിന്തുണയോടെ എംബസി സംഘടിപ്പിച്ച യോഗ സെഷനിൽ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായി. ബഹ്റൈനിലെ 100 കണക്കിന് യോഗ പ്രേമികൾ പരിപാടിയിൽ പങ്കെടുത്തു. ആയുഷ് മന്ത്രാലയവും ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസും
റിലേഷൻസും ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രധാനമന്ത്രിയുടെ യോഗ വിത്ത് ഫാമിലി വീഡിയോ മത്സരത്തിൽ പങ്കെടുക്കാൻ ബഹ്റൈനിലെ എല്ലാ യോഗ പ്രേമികളെയും എംബസി പ്രോത്സാഹിപ്പിച്ചു. 2024 മെയ് 31 10ാം IDVYയുടെ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നതിനായി എംബസി പരിസരത്ത് ഒരു കർട്ടൻ റൈസർ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സെഷനിൽ എംബസിയിലെ ഉദ്യോഗസ്ഥരും ബഹ്റൈനിലെ യോഗ പരിശീലകരും, എംബസിയിൽ നടന്ന യോഗ ക്ലാസുകളിലെ വിദ്യാർത്ഥികളും, ബഹ്റൈനിലെ സ്കൂളുകളിൽ നിന്നുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരും പങ്കെടുത്തു. ആരോഗ്യം നിലനിർത്തുന്നതിൽ യോഗയുടെ പ്രാധാന്യവും നേട്ടവും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസി 2024 മാർച്ച് 9 മുതൽ പ്രതിവാര യോഗ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭ 69/131 പ്രമേയത്തിലൂടെ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യ നിർദ്ദേശിച്ചതും 175 അംഗരാജ്യങ്ങൾ അംഗീകരിച്ചതുമാണ്. പൊതു അസംബ്ലിയുടെ 69ാമത് സെഷന്റെ ഉദ്ഘാടന വേളയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ നിർദ്ദേശം ആദ്യമായി അവതരിപ്പിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞു, യോഗ നമ്മുടെ പുരാതന പാരമ്പര്യത്തിൽ നിന്നുള്ള അമൂല്യമായ സമ്മാനമാണ്. യോഗ മനസ്സിന്റെ ഐക്യത്തെ ഉൾക്കൊള്ളുന്നു. ശരീരവും ചിന്തയും പ്രവർത്തനവും നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ക്ഷേമത്തിനും വിലപ്പെട്ട ഒരു സമഗ്രമായ സമീപനം. ഈ പരിപാടികൾക്ക് പിന്തുണയും സഹായവും നൽകിയ ബഹ്റൈനിലെ നേതൃത്വങ്ങൾ, ജനറൽ സ്പോർട്സ് അതോറിറ്റി, ഗവൺമെന്റ്, പരിപാടിയുമായി സഹകരിച്ചവർ എന്നിവരോട് എംബസി നന്ദി അറിയിച്ചു. അതേസമയം ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ സ്നേഹ ചിൽഡ്രൻസിനോട് ചേർന്ന് 2024 ജൂൺ 20 സ്പെഷ്യൽ യോഗ സെഷൻ സംഘടിപ്പിച്ചു. ആയുർവേദിക് ഡൈജസ്റ്റീവ് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്, സീനിയർ യോഗ കോച്ച്, ബയോജിക് സ്ഥാപകയും ആയ നീലഞ്ച ഭരദ്വാജ്, പ്രശസ്ത കോസ്മെറ്റിക് ഡെന്റിസ്റ്റ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന യോഗ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പരിശീലനം ആർജിച്ച യോഗാധ്യാപികയും ആയ ഡോക്ടർ സജിനി വൈദ്യയും ചേർന്നാണ് യോഗ ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. ഇന്നത്തെ സമ്മർദ്ദപൂരിതമായ ജീവിതശൈലി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പങ്ക് എത്രത്തോളമാണെന്ന് പ്രസിഡന്റ് കിരൺ മാംഗ്ലെ ഊന്നി പറഞ്ഞു. അവധിക്കാലത്തിന്റെ തുടക്കമായിട്ട് പോലും തങ്ങളുടെ അംഗങ്ങളുടെ പങ്കാളിത്തവും അർപ്പണബോധവും കുട്ടികളുടെ ഉത്സാഹവും പ്രശംസനീയമായിരുന്നു എന്നും ഇംപ്രൂവ്ഡ് ഫ്ലെക്സിബിലിറ്റി, റെഡ്യൂസ്ഡ് സ്ട്രെസ്, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്, എൻഹാൻസ്ഡ് മെന്റൽ ക്ലാരിറ്റി, എസെൻഷ്യൽ ബ്രീത്തിംഗ് ടെക്നിക്സ് എന്നിവ ഉൾപ്പെടെ യോഗയുടെ നിരവധി നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു. പങ്കെടുത്ത എല്ലാവർക്കും ഇതൊരു മികച്ച ആസ്വാദനമായി തീർന്നെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ നിവേദനത്തിൽ കേരള സർക്കാർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ നിവേദനത്തിൽ കേരള സർക്കാർ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദേശ തൊഴിൽ തട്ടിപ്പ് കേസുകൾ വ്യാപകമായി നടക്കുന്നതായും ശക്തമായ നിയമ നടപടികൾ ഈ സാഹചര്യത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രവാസി ലീഗൽ സെൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോവിഡിനെ തുടർന്ന് വിദേശത്തേക്ക് ജോലിക്കും പഠനത്തിനുമായി കേരളത്തിൽ നിന്നും പുറപ്പെടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നും അതോടൊപ്പം ഉണ്ടാകുന്ന തട്ടിപ്പുകളിലും വൻ വർധനവ് ഉണ്ടാകുന്നതായി ഹർജിയിൽ പറയുന്നു. വിദേശ പഠനത്തിനായി കുട്ടികളെ അയക്കുന്ന ഏജൻസികൾ നിലവിൽ ഇന്ത്യൻ എമിഗ്രേഷൻ നിയമത്തിന് പുറത്താണ്. ഇത്തരം അവസരങ്ങൾ മുതലെടുത്താണ് വൻ തട്ടിപ്പുകൾ തുടർച്ചയായി നടക്കുന്നത്. ഗാർഹിക ജോലിക്കെന്ന് പറഞ്ഞ് സന്ദർശക വിസയിലും മറ്റും മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകൾ വർദ്ധിച്ചു വരുന്നതായും ഹർജിയിൽ പറയുന്നുണ്ട്. നോർക്കയുടെ നേതൃത്വത്തിൽ കൂടുതൽ ബോധവൽക്കരണ നടപടികൾക്കും വ്യാജ ഏജൻസികൾക്കെതിരെയുള്ള നടപടികളും ശക്തപ്പെടുത്തണമെന്നും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം കേരള സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനത്തിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണം എന്നാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ ബെഞ്ചിന്റെ വിധി നിർദ്ദേശിക്കുന്നത്. വിദേശ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കേസുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടുത്തിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇവ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ആശ്വാസമുണ്ടാക്കുന്നതാണ് എന്ന് തൊഴിൽ തട്ടിപ്പ് കേസുകളിൽ പെട്ടുപോകുന്ന ഇരകളെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതായി ബന്ധപ്പെട്ട് വിദേശ രാജ്യത്ത് വലിയ നൂലാമാലകൾ ഉണ്ടാവാറുണ്ട് എന്നും ഏറ്റവും ലളിതമായ പരിഹാരം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വ്യാജ ഏജൻസികളെ നിയന്ത്രിക്കുന്നതാണ് എന്നും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവും ബഹ്റൈൻ ചാപ്റ്റർ അധ്യക്ഷനുമായ സുധീർ തിരുനിലത്ത്, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ TN കൃഷ്ണകുമാർ, ഖത്തർ ചാപ്റ്റർ അധ്യക്ഷൻ അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി, UK ചാപ്റ്റർ അധ്യക്ഷ അഡ്വക്കേറ്റ് സോണിയ സണ്ണി തുടങ്ങിയവർ പ്രസ്താവനയിൽ അറിയിച്ചു. ബഹ്റൈൻ KMCC കാസർഗോഡ് ജില്ലാ പ്രവർത്തനോദ്ഘാടനത്തിൽ സംബന്ധിക്കുവാനായി ബഹ്റൈനിൽ എത്തിയ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം, വ്യവസായി ഖലീൽ സ്പെക്ട്രം, ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് പട്ല, ഹനീഫ് സാഹിബ്,
ട്രഷറർ അച്ചു പൗവൽ എന്നിവർ ബൊക്കെ നൽകി സ്വീകരിച്ചു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് ഫൈസൽ വില്യാപ്പള്ളി, വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പാറക്കട്ട, സലീം തളങ്കര, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സെക്രട്ടറി നിസാർ ഉസ്മാൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അബ്ദുള്ള പുത്തൂർ, ഖാദർ പൗവൽ, മുസ്തഫ സുങ്കദക്കട്ട, മഹറൂഫ്, ജില്ലാ സെക്രട്ടറിമാരായ ഖലീൽ ചെമ്മനാട്, ഫാഹിസ് തളങ്കര, റിയാസ് കാഞ്ഞങ്ങാട്, മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി അലി ബബ്രാന, മുൻ ജനറൽ സെക്രട്ടറി ഹുസൈൻ സി മണിക്കോത്ത്, റിയാസ് എടനീർ എന്നിവർ സംബന്ധിച്ചു. അതോടൊപ്പം തന്നെ ജില്ലാ പ്രവർത്തനോദ്ഘാടനത്തിൽ സംബന്ധിക്കുവാനായി ബഹ്റൈനിൽ എത്തിയ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് സാഹിബിനെ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം ബൊക്കെ നൽകി സ്വീകരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷാഫി പാറക്കട്ട, സലീം തളങ്കര, ജില്ലാ ഭാരവാഹികളായ റിയാസ് പട്ല, അച്ചു പൗവൽ, അബ്ദുള്ള പുത്തൂർ, ഖാദർ പൗവൽ, മുസ്തഫ സുങ്കദക്കട്ട, മഹ്റൂഫ്, ഖലീൽ ചെമ്മനാട്, ഫാഹിസ് തളങ്കര, റിയാസ് കാഞ്ഞങ്ങാട്, വിശാൽ കർക്കരെ, ഹനീഫ് ഉപ്പള, അലി ബ്രബാന, ഹസൻ ഹിലാൽ, ഖലീൽ ആലമ്പാടി, അഷ്റഫ് ഖഡിഗെ, യാക്കൂബ് മഞ്ചേശ്വരം, അഷ്റഫ് സൽമാബാദ് എന്നിവർ സ്വീകരിച്ചു. പാലാ തൊടുപുഴ റോഡിൽ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞ് അപകടം, 15 പേർക്ക് പരിക്ക്. പാലാ തൊടുപുഴ റോഡിൽ കുറിഞ്ഞിയിൽ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്ക്. ഡ്രൈവർ ഉൾപ്പെടെ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. ഇന്ന് രാവിലെ 11 മണിയോടെ രാമപുരം കുറിഞ്ഞി വളവിലായിരുന്നു അപകടം. ബംഗളൂരു തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സൂരജ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിനുള്ളിൽ 15ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവസ്ഥലത്ത് രാമപുരം കരിങ്കുന്നം പോലീസിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.